ഏതൊരു പ്രോംപ്റ്റിനും ഈ മൂന്ന് കാര്യങ്ങളുണ്ടോ അതൊരു നല്ലൊരു പ്രോംപ്റ്റ് ആണ് നമുക്ക് പറയാൻ കഴിയും. എയുടെ ലോകത്ത് പുതിയ ടൂളുകൾ ദിനേന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു ടൂളും ഇന്ന് എയിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട ഒരു സ്കില്ലാണ് പ്രോംപ്റ്റിംഗ് എന്നുള്ളത്. ഇന്ന് നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ആപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രോംപ്റ്റിംഗ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയാൽ മതി. അവിടെയാണ് പ്രോംപ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെയാണ് 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് വൈബ് കോഡിങ്ങിനെയാണ്. എന്താണ് വൈബ് കോഡിംഗ്? നമ്മൾ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ച് LLM-ന്റെ സഹായത്തോട് കൂടിയിട്ട് കോഡ് ചെയ്യാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പ്ലെയിൻ ഇംഗ്ലീഷിൽ പ്ലെയിൻ നാച്ചുറൽ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ കോഡ് ടൈപ്പ് ചെയ്ത് എഴുതുന്നില്ല. ഇതാണ് വൈബ് കോഡിംഗ്. ഈ ഒരു ലോകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട സ്കില്ലുകളിൽ ഒന്നാണ് പ്രോംപ്റ്റിംഗ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദി ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് AI അല്ലെങ്കിൽ LLM എന്ന് നമുക്ക് പ്രോംപ്റ്റിങ്ങിന് വേണമെങ്കിൽ പറയാം. LLM എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ AI, അതിൻ്റെ ഉള്ളിലുള്ള ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് ടെക്നോളജി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. ടെക്നോളജി ആര് പഠിച്ചാലും ഒരേ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ അത് കൃത്യമായി പഠിക്കുകയും കൃത്യമായി നമുക്കൊരു ഔട്ട്പുട്ട് തരികയും ചെയ്യുന്ന സാധനമാണ്. എന്നാൽ പ്രോംപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ആർട്ടാണെന്നുള്ളത്. കാരണം ഞാൻ ചെയ്യുന്ന അതേ രൂപത്തിലായിരിക്കില്ല നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരാളുകളും ചെയ്യുന്ന പ്രോംപ്റ്റിങ്ങിന്റെ രീതിയും അവർക്ക് അതിനനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഔട്ട്പുട്ടൊക്കെ വ്യത്യസ്തമായിരിക്കും. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ, പ്രൊഫഷണൽ ആയ രീതിയിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോംപ്റ്റിങ്ങിന് എസെൻഷ്യൽ ആയിട്ട് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഓരോ AI ടൂളിനും ഓരോ കപ്പാസിറ്റി ഉണ്ട്, ഓരോ ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചോദിക്കേണ്ട രൂപങ്ങളുമുണ്ട്. എനിക്ക് AI കുറിച്ച് അറിയണം. ഞാൻ ChatGPT വന്നിട്ട് എക്സ്പ്ലെയിൻ AI എന്ന് ചോദിക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് അല്ലേ. അപ്പോൾ AI തരുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഉത്തരം ആവശ്യമുള്ളത് ഒരു 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിനാണെന്ന് വിചാരിക്കാം. എന്നാലോ വളരെ ബേസിക് ആയിട്ടുള്ള ടേംസിൽ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലും അല്ല ആൻസർ വേണ്ടത്. ഇതെങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്, ഈ വരുന്ന ആൻസർ എനിക്ക് വേണ്ടത് ഒരു പക്ഷേ ഈ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിന് വേണ്ടത് ഒരു ഡെഫിനിഷനാണ്. 1-2 സെൻറ്റൻസുകളുള്ള ഒരു ഡെഫിനിഷനാണ് വേണ്ടത് കരുതുക. അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് പോയിന്റ് ആയിട്ട് ഒരു 10 പോയിന്റുകൾ മാത്രമാണ് വേണ്ടത്. റോള്, കോണ്ടെക്സ്റ്റ്, എക്സ്പെക്റ്റേഷൻ, ഇത് മൂന്നുമാണ് ഒരു പ്രോംപ്റ്റിൽ വേണ്ടത്. ഈ ഒരു പ്രോംപ്റ്റിൽ നമുക്ക് എങ്ങനെ മാറ്റം വരുത്താം? നമ്മൾ ആദ്യം പറയും, നിങ്ങൾ ഈ റോള് സെറ്റ് ചെയ്യണം. ആരായിട്ടാണ് AI ബിഹേവ് ചെയ്യണമെന്ന് ആദ്യം പറയണം. അപ്പോൾ എക്സ്പ്ലെയിൻ AI എന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ഈ LLM ChatGPT എന്തായിട്ട് ബിഹേവ് ചെയ്യണം, ഒരു ടീച്ചർ പറയുന്ന രൂപത്തിൽ ആ ടോണിൽ സംസാരിക്കണം. ദെൻ കോണ്ടെക്സ്റ്റ്, ഞാൻ അവിടെ നമുക്ക് പറയാം പ്രിപ്പയറിംഗ് ഫോർ എക്സാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. ദെൻ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എങ്ങനെ വേണം, നമ്മളെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയും. ഇത് നമ്മൾ ആ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നേരത്തെ എക്സ്പ്ലെയിൻ AI എന്ന് പറഞ്ഞപ്പോൾ അവിടെ റോള് കൊടുത്തിരുന്നില്ല. ഇവിടെ ആക്ട് ആസ് AI ട്രെയിനർ എന്ന് പറയുമ്പോൾ റോളും ആ ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തു, AI ട്രെയിനർ എന്നുള്ളത്. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ ലെവല് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്തു. ആ ലെവലിലുള്ള ലാംഗ്വേജ് ആയിരിക്കും ഉപയോഗിക്കുക, അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള വൊക്കാബുലറീസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുക. ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ AI എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ എക്സ്പെക്റ്റേഷൻ വളരെ ക്ലിയർ ആയി. ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. അവിടെ ഔട്ട്പുട്ട് ആദ്യം ഞാൻ പറഞ്ഞ എക്സ്പ്ലെയിൻ AI എന്നുള്ളടത്ത് ഔട്ട്പുട്ട് അൺക്ലിയർ ആണ്. ഇനി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം എന്ന് ഞാനിവിടെ പറയുന്നുണ്ട്, അവിടെ അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ളത്. ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രോംപ്റ്റിനും ഈ മൂന്ന് കാര്യങ്ങളുണ്ടോ അതൊരു നല്ലൊരു പ്രോംപ്റ്റ് ആണ് നമുക്ക് പറയാൻ കഴിയും. എന്ന് ഇമെയിൽ അയക്കുന്ന ആളോട് ഇന്ന് സ്റ്റാറ്റസ് ഇമെയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഒരു പുതിയ എംപ്ലോയി ആണെന്ന് കരുതുക. ആർക്കൊക്കെയാണ് സ്റ്റാറ്റസ് മെയിലിൽ CC വെക്കേണ്ടതെന്ന് അറിയില്ല, അതിൻ്റെ ഫോർമാറ്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. ആൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. ഇതുപോലെയാണ് നമ്മൾ AI സംസാരിക്കുന്നത്. അവിടെ ആ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മൾ അറിയുമെന്നുള്ള ധാരണയിൽ നമ്മൾ ജീവിക്കുന്ന ആ ലോകത്തുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് പറയുകയാണ്. നമുക്കൊരു മെഡിക്കൽ ലെവലിലുള്ള കാര്യങ്ങൾ, ഒരു മെഡിക്കൽ കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. മെഡിക്കലിൽ ഉപയോഗിക്കുന്ന പല ടെർമിനോളജികളും നോർമലി നമ്മൾ മറ്റർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോളും കോണ്ടെക്സ്റ്റും പറയുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോംപ്റ്റുകളൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ പ്രോംപ്റ്റിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അവിടെ കൺഫ്യൂഷൻ ഇല്ല. അവിടെ എക്സാമ്പിൾസ് നമ്മൾ കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കോണ്ടന്റ് DNA എന്ന് പറയും. നിങ്ങളുടെ ഒരുപാട് കോണ്ടന്റുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ AIക്ക് കൊടുക്കുകയാണ്. ആ എക്സാമ്പിൾസ് മനസ്സിലാക്കിയിട്ട് ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് AI തരും. നമ്മൾ മനസ്സിലാക്കുന്നത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. കമ്പ്യൂട്ടർ സയൻസിലെ ഗിഗോ പ്രിൻസിപ്പിൾ, അതായത് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറയും. നമ്മൾ ഗാർബേജ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർബേജ് ആയിരിക്കും തിരിച്ച് കിട്ടുക. ഇത് തന്നെയാണ് ഈ LLMകളിൽ നടക്കുന്നത്. സോ
സോ നമ്മൾ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുക, റോള് കോണ്ടെക്സ്റ്റ് എക്സ്പെക്ടേഷൻ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ കൂടെ ഉണ്ട്, വ്യത്യസ്തമായ പ്രോംപ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഇതിൻ്റെ പല കോമ്പിനേഷൻസ് ആണ്, പക്ഷേ വ്യത്യസ്തമായ യൂസ് കേസുകളിൽ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് കാണേണ്ടതുണ്ട്. ഇനി അതിൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോംപ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇനിയും ഒത്തിരി കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം.